നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം പ്രാപിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി നമ്മുടെ ശാരീരികമായ ബലം കൊണ്ടോ സാമ്പത്തികമായ നമ്മുടെ ഭദ്രത കൊണ്ടോ ധനം കൊണ്ടോ ഒരുപക്ഷെ വിജയം വരിക്കാം എന്നുള്ള ഒരു ധാരണ പലപ്പോഴും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ 33 സങ്കീർത്തനം അതിൻ്റെ 16 വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുവാൻ കഴിയുന്നു: സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ അവിടെ ഓർപ്പിക്കുന്നത്. സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം ഒരു രാജാവിന് വിജയം പ്രാപിക്കുവാൻ സാധ്യമല്ല. രണ്ട്, തൻ്റെ ബലം കൊണ്ട് വീരന് രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ വിജയം വരിക്കുവാൻ കഴിയത്തില്ല എന്നത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ബാഹുല്യം, സൈന്യ ബാഹുല്യം കൊണ്ട് ഒരു രാജാവ് വിജയം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ അവൻ കടന്നു പോകുകയാണ്. അവൻ്റെ പ്രതീക്ഷ മുഴുവനും അവൻ്റെ സൈന്യ ബാഹുല്യം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ പട്ടാളത്തിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് അവന് വിജയം പ്രാപിക്കാം എന്ന ചിന്തയോടുകൂടിയാണ്, കണക്ക് കൂട്ടലോടുകൂടിയാണ് അവൻ യാത്ര പോകുന്നത്. എന്നാൽ യുദ്ധത്തിന് ചെല്ലുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: അവന് വിജയം വരിക്കണമെങ്കിൽ ദൈവം അവനെ സഹായിച്ചേ പറ്റത്തുള്ളൂ. എത്ര വലിയ സൈന്യത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലും, വലിയ സംഖ്യ തൻ്റെ പിൻപിൽ അണിനിരുന്നെന്ന് പറഞ്ഞാലും തനിക്കവിടെ ഒരു വിജയം ലഭിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ചലിപ്പിച്ചേ പറ്റത്തുള്ളൂ. ദൈവം കൊടുക്കാത്തൊരു വിജയം നമുക്ക് പ്രാപിക്കുവാൻ സാധ്യമല്ല. എത്ര വലിയ ബലമുള്ളവനാണെങ്കിലും, എത്രമാത്രം അതിനുള്ളതായ സാഹചര്യങ്ങളുള്ളവനാണെങ്കിലും, പണമുള്ളവനാണെങ്കിലും, തൻ്റെ ബലം കൊണ്ട് ഒരു വീരന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല, വിജയം പ്രാപിപ്പാൻ കഴിയുന്നില്ല എന്നത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് വിജയം പ്രാപിക്കണമെങ്കിൽ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ഒരു വിജയം പ്രാപിപ്പാൻ കഴിയത്തില്ല. അവൻ വിശ്വസിക്കുന്ന ദൈവം അവനെ സഹായിച്ചെങ്കിൽ മാത്രമേ, അവന് പ്രത്യേകമായിരിക്കുന്ന ഒരു ബലം, വിജയത്തിനായൊരു ബലം ദൈവം അവന് കൊടുത്തെങ്കിൽ മാത്രമേ അവന് വിജയം വരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ആകയാൽ ദിവസങ്ങളിൽ നമ്മുടെ മാനുഷികമായ കണക്കൂട്ടലുകൾ കൊണ്ട്, നമ്മുടെ മാനുഷികമായ ബലം കൊണ്ട്, നമ്മുടെ മാനുഷികമായിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഒരിക്കലും വെട്ടിപ്പിടിക്കാം, വിജയം വരിക്കാമെന്ന കണക്ക് കൂട്ടലുകൾ അത് നമ്മളെ പരാജയത്തിലേക്കാണ് നയിക്കുന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ ദിവസങ്ങളിൽ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഒരു പകലൂടെ, ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അത് മറ്റൊന്നുമല്ല,
ദൈവത്താൽ മാത്രമേ നമുക്ക് വിജയം വരിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് രക്ഷപ്പെടുവാൻ, നമുക്ക് വിജയം പ്രാപിക്കുവാൻ, വിജയശ്രീലാളിതരായി തീരണമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ സഹായമില്ലാതെ, ദൈവത്തിൻ്റെ കരം ചലിക്കാതെ നമുക്ക് വിജയം പ്രാപിക്കുവാൻ സാധ്യമല്ല. ആകയാൽ ദിവസങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആമേൻ. ദിവസങ്ങൾ ദൈവകൃപയിൽ ശരണപ്പെടാം. അതിനായി സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.